അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാറിലൊക്കെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള നേരിയ പത്തിരിയും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. ഈ പത്തിരി നമുക്ക് പുതിയാപ്പിള സൽക്കാരത്തിന് ഇഫ്താറിനൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പത്തിരിയാണ്. ഉണ്ടാക്കാൻ കുറച്ച് പണിയാണെങ്കിലും കഴിക്കാൻ നല്ല റാഹത്തുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പത്തിരിയാണിത്. അപ്പോൾ നമുക്കിനി വേഗം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാമല്ലേ. ബിസ്മില്ലാ. നമുക്ക് ആദ്യം തന്നെ നമ്മളെ പത്തിരിക്കുള്ള മാവൊന്ന് കിളരി എടുക്കണം. അപ്പോൾ അതാ ഞാൻ കുറച്ച് വലുപ്പമുള്ള കുറച്ച് കുഴിയൊക്കെ ഉള്ള പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് 3 കപ്പ് പൊടിക്കാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ കണക്കിന് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് വറുക്കാത്ത അരിപ്പൊടി കേട്ടോ. ഇനി വറുത്ത അരിപ്പൊടി ആണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചും കൂടെ കൂട്ടിയെടുക്കേണ്ടി വരും. നമുക്ക് സാധാരണ പത്തിരി ഉണ്ടാക്കാൻ വറുക്കാത്ത അരിപ്പൊടി മതി, വറുത്ത അരിപ്പൊടി വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ പാക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ബ്രാൻഡ് പൊടിയും നല്ലതൊക്കെ തന്നെയാണ്. നല്ല നൈസായിട്ടുള്ള പൊടിയാണോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ തന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കണുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ആ തിളൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ പൊടിയിലും നല്ലോണം നനവെത്തുന്ന രീതിയിൽ കുറച്ച് ഫോഴ്സിൽ തന്നെ അങ്ങോട്ട് കിളറിയെടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് അടുപ്പ് അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് നല്ല പോലെ അങ്ങോട്ട് മൂടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം കറി റെഡിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 1 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പിടി ചുവന്നുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. കലക്കി എടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കലക്കി എടുത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ അത് കലക്കാതെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് വേവുന്ന വരെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉണ്ണിയൊക്കെ ഒരു ഹാഫ് കുക്ക് ആവുന്ന രീതിയിൽ വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മൂടിക്കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഉപ്പിടാൻ മറന്നതല്ല, ഈ കറിക്ക് ലാസ്റ്റ് ഉപ്പിടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ അധികം ഉപ്പൊന്നും ചേർക്കണ്ട. ഇനി ആ കോഴിമുട്ടയിലേക്കൊന്നും ഉപ്പ് അധികം പിടിക്കില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമെന്നനുസരിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണ് ഇതിന് ടേസ്റ്റ്.
ഇനി നമുക്ക് വേഗം പൊടി കുഴച്ചെടുക്കാം. നമ്മളെ പൊടി ഇത് അവിടെ ചൂടാറിയിട്ടൊന്നുമില്ല, നല്ല ചൂടുണ്ട്. ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം, എന്നാലേ നമ്മളെ പത്തിരി നന്നായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുഴച്ചെടുക്കാനും ബുദ്ധിമുട്ടാവും കേട്ടോ. കൈക്ക് അധികം ചൂട് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചെടുക്കാം. എന്നിട്ട് വേണം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. മാവ് ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്ര ചൂടുള്ള മാവൊക്കെ കുഴച്ചെടുക്കാൻ. അങ്ങനെയുള്ളവർക്ക് ഒരു തുണിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡറിലൊക്കെ കുഴച്ചെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൈക്ക് വല്ലാതെ ചൂട് തട്ടാതെ കുഴച്ചെടുക്കാമെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് പണി കുറച്ച് കൂടും, അതും കൂടെ നമ്മൾ വൃത്തിയാക്കാൻ നിൽക്കണ്ടേ. പിന്നെ നമ്മൾ സാധാരണ മാവ് ഒരു പാത്രത്തിൽ കിളരി എടുത്തിട്ട് അതൊരു തളികയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് അതിലാണ് കുഴച്ചെടുക്കൽ. പക്ഷേ എൻ്റെ ഒരു പാത്രം കുറച്ച് കട്ടിയുള്ളതും ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് എനിക്കിതിൽ ചെയ്യാൻ തന്നെയാണ് കുറച്ചും കൂടെ എളുപ്പം. ആദ്യം നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ ഒരു ഉരുളായിട്ട് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ അമർത്തി കുഴച്ചെടുക്കണം. ഈ ഒരു സമയം നമ്മളെ മാവ് അത്യാവശ്യം നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഉണ്ടാവുക. കുഴച്ചെടുക്കാനും കുറച്ച് പണി തന്നെയാണ്, നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ മാവ് ഏകദേശം ഇതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. അത്യാവശ്യം നല്ലോണം അമർത്തിയിട്ട് തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചിട്ടുള്ളത്. നമ്മൾ ചൂടോടെ ആകുമ്പോൾ ഒന്ന് സോഫ്റ്റായ പോലെ തോന്നും, ചൂടാറുന്നതിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇനി ഇത് പകുതി മാവെടുത്ത് അതൊന്നും കൂടെ നല്ലോണം കുഴച്ചെടുത്ത് പിന്നെ നമ്മൾക്കൊരു സിലിണ്ടർ ഷേപ്പിൽ അങ്ങോട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതൊന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമ്മൾ പത്തിരി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള കുറച്ച് ഉരുളകളൊക്കെ ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ നല്ലോണം മൂടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. പ്രത്യേകിച്ച് നമ്മളെ ഗൾഫിലെ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ചൂടായാലും തണുപ്പായാലും പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അത് മൂടി വെക്കാൻ മറക്കരുത്. ഇനി ഇതൊരു ഉരുള എടുത്ത് അതിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല നൈസാക്കിയിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കണം. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പത്തിരി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് പിന്നെ പൊടിയിട്ടിട്ട് പരത്തിയെടുത്താൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ആദ്യം നമ്മൾ പ്രസ് ചെയ്തെടുക്കണം, പിന്നെ അത് പരത്തിയെടുക്കണം. അതൊരു പണിയാണ്. ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒരാൾ പ്രസ് ചെയ്യുക, ഒരാൾ പരത്തൊക്കെയാണെങ്കിൽ ഓക്കെ. പിന്നെ പലരും മാവ് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് പ്രസ്സിൽ മാത്രം പരത്തിയെടുക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ചെയ്യുമ്പോൾ ശരിയായി കിട്ടലില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ടിപ്സൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. പിന്നെ നല്ല ബ്രാൻഡ് പ്രസ്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ ഷെയർ ചെയ്യൂ കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ആദ്യത്തെ പത്തിരി നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പീസ് നമുക്ക് പിന്നെയും കുഴച്ചിട്ട് പത്തിരി പരത്താൻ എടുക്കാം കേട്ടോ. നമ്മൾ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു സോഫ്റ്റ്നെസ്സിൽ കുഴച്ചെടുത്താൽ പരത്തുന്ന സമയത്ത് അധികം പൊടി ഇടാതെ തന്നെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. അധികം പൊടി ഇട്ട് പരത്തിയാൽ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ഇനി ഇതാ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പത്തിരി കല്ല് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കല്ല് നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പത്തിരി ചുട്ടെടുക്കാൻ. എൻ്റെ കല്ലിപ്പം വലുതായതുകൊണ്ടും പിന്നെ എൻ്റെ അടുപ്പിൻ്റെ ചൂട് ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നതും നീക്കിയിട്ട് കൊടുക്കുന്നതൊക്കെ. ഒരു ഭാഗം നല്ലോണം കുക്കായി ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ. നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ തന്നെ പത്തിരി താനെ പൊള്ളി വന്നോളും. ചിലത് പൊള്ളി വരാൻ കുറച്ച് താമസം ഉണ്ടാവും, അപ്പോൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ പൊള്ളി വന്നാൽ തന്നെ നമ്മളെ പത്തിരി കുക്കായിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചുട്ടെടുക്കുന്ന സമയത്ത് തീൻ്റെ ചൂട് കൂടിയിട്ട് പത്തിരി ചുവന്ന് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ഈ പത്തിരി ഫുള്ളായിട്ട് നല്ല വൈറ്റ് കളറിലാണ് കിട്ടേണ്ടത്. അങ്ങനെ അതാ നമ്മളെ നല്ല പത്തിരിയും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഈ പത്തിരിൻ്റെ കൂടെ നമ്മളെ മുരിങ്ങൻ്റെ ഇല കറിയും മാസ് കൂട്ടാനൊക്കെ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം, ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെ ബിഗിനേഴ്സിനൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.